ഡിയർ റിയലേറ്റേഴ്സിൻ്റെ പുതിയൊരു അപ്ഡേഷൻ തരാം. ഞാനിപ്പോൾ നിൽക്കുക നമ്മുടെ കോട്ടയത്ത് മണർകാടാണ്. മണർകാട് കാവുംപടി എന്ന് പറയുന്ന സ്ഥലം. മണർകാട് ജംഗ്ഷൻ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. കോട്ടയത്ത് നിന്ന് 7 കിലോമീറ്ററാണ് മണർകാടിനുള്ളത്. മണർകാട് പള്ളിയുടെ അടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. ഏതാണ്ട് പള്ളിയിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സ്ഥലം ഉള്ളത്. ഇവിടെ നമുക്കൊരു 32 സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട്. ഈ 32 സെൻറ്റിൽ പല ആൾക്കാരും ചോദിച്ചായിരുന്നു ചെറിയ പ്ലോട്ടുകൾ അവൈലബിൾ ആണോ എന്നത്. അപ്പോൾ നമുക്കിത് പല പ്ലോട്ടുകളായിട്ട് തിരിച്ചു കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 8 സെൻറ്റ് 10 സെൻറ്റൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത് തിരിച്ചു തരാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകതകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എടുക്കുന്ന ഏതൊരു പ്രൊജക്റ്റ് ആണെങ്കിലും ആ പ്രൊജക്റ്റിന് വളരെ കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാവും എന്നതിനെക്കുറിച്ച്. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള രേഖകളോട് കൂടിയിട്ടുള്ള ഒരു ലാൻഡാണ് നിങ്ങൾ കാണുന്നത്. അങ്ങോട്ട് നോക്കിയാൽ കാണാം, ടോട്ടൽ മുകളിൽ നിന്ന് ഇങ്ങനെ കാണുന്നൊരു 32 സെൻറ്റാണ്. ഈ വഴിയൊക്കെ കൃത്യമായിട്ട് നമ്മൾ വണ്ടി കയറിപ്പോരാൻ, വലിയ ലോറി കയറിപ്പോരാൻ പാകത്തിനുള്ള വലിയ വഴിയാക്കി അവിടെ നമുക്ക് ഇൻ്റർലോക്ക് ഇട്ട് വളരെ കൃത്യമായിട്ട് ചെയ്തു തരും എന്നാണ് ഒരു പ്രത്യേകത. മെയിനായിട്ട് വെള്ളമാണ്. ഇപ്പോൾ ഈ പ്ലോട്ടിൽ ഒരു കോമൺ വെല്ല് അവിടെ വന്നിട്ടുണ്ട്. ഈ പ്ലോട്ടിൽ തന്നെ ഒരു വീട് ഇപ്പോൾ പണിയുന്നു കൂടിയുണ്ട്. ആ കോമൺ വെല്ലിനകത്ത് ഇപ്പം നിറച്ച് വെള്ളമാണുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് നമുക്ക് എപ്പോഴും ഇതിന് കൃത്യമായിട്ടുള്ള വെള്ളം വരുമോ എപ്പോഴും വേനൽക്കാലത്ത്. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ജനുവരിയിലാണ്. ഇപ്പോൾ ജനുവരി പകുതിക്ക് തൊട്ട് വേനൽ തുടങ്ങും. വേനൽക്കാലത്ത് വെള്ളം കിട്ടുമോ എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ജിയോളജിക്കൽ സർവേ ഒക്കെ നടത്തി കൃത്യമായിട്ട് വെള്ളം എപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആകും എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വെള്ളത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ വെള്ളം സാധാരണ കിണറിൽ കിട്ടുമെന്ന് ചോദിക്കാം. ഇവിടെ നമുക്ക് സാധാരണ കിണർ കുത്തിയാൽ തന്നെ ഏതാണ്ട് എനിക്കൊരു 10 കോല ആകുമ്പോഴത്തേക്കും മാക്സിമം പറയുന്നത് 10 കോലിൽ വെള്ളം കിട്ടുന്ന ഒരു ലാൻഡ് കൂടിയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് എൻട്രൻസ് എക്സിറ്റ് അതിനുള്ള വഴികളാണ് എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കോട്ടയത്ത് നിന്ന് 7 കിലോമീറ്ററാണ് മണർകാട്. മണർകാട് ഇങ്ങോട്ടാണ് ഈ പറഞ്ഞ 1.5 കിലോമീറ്റർ ഞാൻ പറഞ്ഞത്. KK റോഡിലേക്ക് 700 മീറ്റർ മാത്രമേ ഇവിടുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ബൈപ്പാസ്, മണർകാട് ബൈപ്പാസ് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. തിരുവഞ്ചൂർ മണർകാട് ബൈപ്പാസ്, കാരിദാസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. കാരിദാസ് ഹോസ്പിറ്റലിലോട്ട് ഏതാണ്ട് 8-9 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. ഏറ്റുമാനൂർ അമ്പലത്തിലോട്ട് ഈ പറഞ്ഞ 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. തിരുനക്കര അമ്പലത്തിലോട്ട് ഇവിടുന്ന് 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സ്കൂളുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റുമാനൂർ SFS ഇവിടുന്ന് 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുപോലെ ഗിരിദീപം സ്കൂൾ നമുക്ക് ഇവിടുന്ന് 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കേന്ദ്രീയ വിദ്യാലയവും അതുപോലെ തന്നെ ജവഹർ നവോദയയും ഇവിടുന്ന് ഏകദേശം 5-6 കിലോമീറ്ററാണുള്ളത്. പിന്നെ നമ്മുടെ സെൻറ്റ് മേരീസ് സ്കൂൾ ഇവിടുന്ന് വെറും 3 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ എല്ലാ തരത്തിൽ നിങ്ങൾക്ക് സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം. ഇനി ഇതിൻ്റെ പ്രൈസ് കൂടി പറഞ്ഞേക്കാം. എപ്പോഴും എല്ലാ വഴിയിലും വളരെ കൃത്യമായിട്ട് പ്രൈസ് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ആണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ പല ആൾക്കാരും കാണുമ്പോഴത്തേക്കും വില കൂടുതലാണ്, കുറവാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ വില പറയുന്നതുകൊണ്ടാണല്ലോ. പക്ഷേ വില കൃത്യമായിട്ട് അറിയാനായിട്ടുള്ള അവകാശം കസ്റ്റമർക്കുള്ളതുകൊണ്ടാണ് വില പറയുന്നത്. സെൻറ്റിന് 2,75,000 വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. താഴെയുള്ള നമ്പറിൽ നിങ്ങൾ നേരിട്ട് വിളിക്കുക. പറ്റി കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണുക. കാര്യം എപ്പോഴും ലാൻഡ് പർച്ചേസ് എന്ന് പറയുന്നത് നമുക്ക് ആ ലാൻഡിനോടുള്ള ഇഷ്ടം തോന്നുന്ന അനുസരിച്ചാണ്. നിങ്ങൾക്ക് വന്നാൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ലാൻഡ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇതിന് പരിചയപ്പെടുത്താനായിട്ടുള്ള റീസൺ. സോ ആവശ്യക്കാർക്ക് നമ്പറിൽ നേരിട്ട് വിളിച്ച് നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരെ. സോ സ്റ്റേ ട്യൂൺ.